ഐഡിയ ബാസ് എന്ന ഈ ഒരു വേദി നമ്മൾ തുടങ്ങിയതിന്റെ കാരണം എന്താണെന്ന് അറിയോ? നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ഇന്നോവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അവ പലതും നമ്മുടെ ജീവിതത്തെ ലളിതമാക്കി മാറ്റും. ആ ഐഡിയകളും ഇന്നോവേഷനുകളും നിങ്ങളിലേക്ക് എത്തിക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ പരിശ്രമത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനായി നമ്മുടെ അടുത്ത 2 ഐഡിയ ബാസുകൾ വരുന്നു. ഭാരതത്തിൽ ഇന്ന് 10-1 പേർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. പ്രായത്തിനൊപ്പം അവരുടെ കഷ്ടപ്പാടുകളും കൂടുന്നു. ഇവർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ജീവിതത്തിലുള്ള വിശ്വാസവും കുറഞ്ഞു വരികയാണ്. അവർ തനിയെ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല, തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഭയപ്പെടുന്നവരാണ്. നല്ല പേടിയുണ്ട് എനിക്ക്. എന്റെ പേടി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വീണു പോകുമോ എന്നതാ. കാലിന് വല്ലതും പറ്റുമോ, കയ്യിന് വല്ലതും പറ്റുമോ എന്നൊക്കെയാ. നമുക്ക് വയസ്സ് കൂടുന്നതിനനുസരിച്ച് പല രോഗങ്ങളും വന്നു തുടങ്ങും. പിന്നെ ശരീരം ബലഹീനമായ വീണു പോകുന്ന ഒരു പേടിയും വരും. എനിക്ക് വല്ലാതെ വയസ്സായിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിപ്പം നടക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതാണ് പറഞ്ഞത്. ഈ വൃദ്ധർക്ക് പ്രതീക്ഷയുടെ പുതുവെട്ടവുമായി വരുന്നു 2 ചെറുപ്പക്കാർ. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രശാന്ത് ആൻഡ് കൗശൽ. ടൈറ്റൻസ്, ഇന്റർനെറ്റ് ഒരു കാര്യം വളരെ വൈറലായിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളും അത് കണ്ടിരിക്കും. കണ്ടില്ലെങ്കിൽ ഞാൻ പറയാം. പറയൂ. അതൊരു കവിതയാണ്. ജീവിതത്തിന്റെ ഓരോ നിമിഷവും വളരെ സുന്ദരമായതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ആസ്വാദ്യകരമാണ്. അപ്പൊ എന്തിനാണ് മുഖത്ത് ഈ ആശങ്ക? മനസ്സെപ്പോഴും യൗവനമായിരിക്കട്ടെ. അപ്പൊ വാർദ്ധക്യം നിങ്ങളെ വിട്ടു പോകും. നന്നായി പറഞ്ഞു. ഓരോരുത്തരും അവർക്ക് എത്ര തന്നെ പ്രായമായാലും ശരി ജീവിക്കണമെന്ന് വിചാരിക്കുന്നവരാ, ജീവിതം ആസ്വദിക്കണമെന്ന് കരുതുന്നവരാ. പക്ഷേ പ്രായം കൂടുന്തോറും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതായത് ജോയിന്റ് പെയിൻസ്, മസിൽ വീക്ക്നെസ്, ബാലൻസ് ഇഷ്യൂ. അതായത് ഒരു ചെറിയ സ്റ്റെപ്പ് കയറാൻ പോലും അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതാണ് സത്യം. പ്രായമായവരുടെ ഏറ്റവും വലിയ പേടി താഴെ വീഴുന്നതിനെ കുറിച്ചാണ്. താഴെ വീഴുമ്പോഴാണല്ലോ നടുവൊടിയുന്നത്. കാരണം പ്രായമായവർ വീഴുമ്പോൾ അവരുടെ ശരീരത്തിൽ മാത്രമല്ല പരിക്കേൽക്കുന്നത്, അത് അവരുടെ ആത്മവിശ്വാസത്തെയും തകർക്കും. അത് കാരണം അവരുടെ മൊബിലിറ്റി അവർക്ക് ഇല്ലാതാവുന്നു. കുറച്ച് അവരുടെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുന്നു. അവർ വീഴുന്നതിന് പേടിച്ചുകൊണ്ട് വീട്ടിനകത്ത് നടക്കുന്നത് പോലും ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ 15 കോടിക്ക് മുകളിലാണ് പ്രായമായവരുള്ളത്. 1 കോടിയിലും അധികമുള്ള പ്രായമായവർ ഓരോ വർഷത്തിലും ഹോസ്പിറ്റലൈസ്ഡ് ആവാൻ കാരണം ഈ വീഴ്ചയാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ 20 ലക്ഷത്തിൽ കൂടുതൽ പേർക്കാണ് ഹിപ്പ് ഫ്രാക്ചർ ആയിട്ടുള്ളത്. ഇവിടെ പേടിക്കേണ്ട കാര്യം, ഭയപ്പെടേണ്ട കാര്യം മറ്റൊന്നുമല്ല. അതായത് ഹിപ്പ് ഫ്രാക്ചറിന് ശേഷമുള്ള മൊർട്ടാലിറ്റി റേറ്റ് 40% കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഡോക്ടർമാരും പറയുന്നത് ഹിപ്പ് ഫ്രാക്ചർ ഈസ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ്. ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ച് എല്ലാം തന്നെ മനസ്സിലാക്കി. ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല. ഇതിനോട് അധ്വാനിക്കണം, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ നിർമ്മിച്ചത് റിപ്പൽ ഹെൽത്ത് കെയർ. റിപ്പൽ ഹെൽത്ത് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഫാസ്റ്റ് സ്മാർട്ട് ഹിപ്പ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. ഇത് നമ്മുടെ സീനിയർ സിറ്റിസൺസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്, വിച്ച് ഈസ് ഹിപ്പ് പ്രോ. ഈ ബെൽറ്റ് ഇടുപ്പിൽ കെട്ടിയതിനു ശേഷം ഒരാൾ ഇരുന്നാലോ അതോ നടന്നാലോ സൈഡിലൊരു എയർ ബാഗ് ഉണ്ട്, കണ്ടില്ലേ? അത് ഇൻഫ്ലേറ്റ് ആവും. അത് നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകും. അയാൾ പിന്നെ ഒരു റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇരുന്നാലോ അതോ കിടന്നാലോ എയർ ബാഗ് ഓട്ടോമാറ്റിക്കലി ഡിഫ്ലേറ്റ് ആവും. അപ്പോഴേ അയാൾക്കൊരു കംഫർട്ട് കിട്ടും, വിച്ച് ഈസ് പ്രൊവൈഡിങ് ആൻഡ് സേഫ്റ്റി. രണ്ടും ഒരേ സമയത്ത്. ഇതില് AI ഉണ്ട്. അത് അയാളുടെ പോസ്റ്ററും മൂവ്മെന്റിനെയും പറ്റി പഠിക്കും. റിസ്ക് ഓഫ് ഫോളിനെ പറ്റി പ്രൊഡിക്ട് ചെയ്യും. എപ്പോൾ റിസ്ക് അധികമാകുന്നുവോ അപ്പോൾ ഒരു അലർട്ടുമായിട്ട് നോട്ടിഫൈ ചെയ്യും. ഇനിയിപ്പോ ഒരു വയസ്സായ ആള് താഴെ വീട് വന്നിരിക്കട്ടെ, ഉടനെ തന്നെ ഒരു SOS മെസ്സേജ് പോകും അയാളുടെ കെയർ ഗീവറിന്, ഫാമിലി മെമ്പറിന്, അല്ലെങ്കിൽ അയാളുടെ നെയ്ബറിന്. അതും അവരുടെ വാട്സപ്പിൽ. അപ്പോഴേ റിയൽ ടൈം അസിസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ വിഷൻസ് എന്താണെന്ന് അറിയാൻ പറ്റായിട്ടാണ് ഞങ്ങൾ ഈ ബെൽറ്റ് ഓരോ വീട്ടിലും, ഓരോ വയസ്സായ ആൾ, ഓരോ ഹോസ്പിറ്റലിലും കൊണ്ടെത്തിക്കണം. അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. വി നീഡ് 1.65 crore for 5% equity for our company. വളരെ മികച്ചൊരു പ്രോബ്ലം സൊല്യൂഷനുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഐഡിയയുടെ തുടക്കം എങ്ങനെയായിരുന്നു? 2022 എയിംസ് IIT ജോയിൻ ചെയ്തു, ദില്ലിയിൽ. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മെഡിക്കൽ ഡിവൈസ് ഇൻട്രസ്റ്റ് എന്നാൽ എന്താണ്, മെഡ്ടെക് എന്താണ്, പ്രോഡക്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, മെഡിക്കൽ ഡിവൈസ് എങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ ഞാനൊരു വയസ്സായ മുത്തശ്ശിയുടെ പേര് മമത, മുത്തശ്ശിയെ കണ്ടു. മുത്തശ്ശി അപ്പോൾ ഒരു റെയിലിങ്ങിനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ മുത്തശ്ശിയോട് പോയി ചോദിച്ചു, മുത്തശ്ശി എന്തെങ്കിലും സഹായം വേണോ? മുത്തശ്ശി ഒരുപാട് പേടിച്ചിരുന്നു. അതുകൊണ്ട് യാതൊരു റെസ്പോൺസും ചെയ്തില്ല. അതിനുശേഷം ഞാനങ്ങ് പോയി. പിന്നെ ഞാൻ എൻ്റെ കൊളീഗ്സുമായിട്ട് വന്നു. അപ്പോഴും മുത്തശ്ശി അവിടെ തന്നെ നിൽക്കുമായിരുന്നു.
പിന്നെ മുത്തശ്ശിയുടെ കെയർ ഗിവർ വന്നു. പിന്നെ അവരോട് സംസാരിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അരമണിക്കൂർ മുന്നേ മുത്തശ്ശി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് റെയിലിങ്ങിന്റെ അത് വരെ പോയി, അത് കോറിഡോർ വരെ. കാരണം മുത്തശ്ശിക്ക് അത്യാവശ്യമായിട്ട് വാഷ്റൂം വരെ പോകണം. പക്ഷേ ആ മുത്തശ്ശിക്ക് ഫിയർ ഓഫ് ഫോൾ വളരെയധികം തന്നെ കൂടുതലായിരുന്നു. കാരണം മുത്തശ്ശി 2-3 തവണ വീണിട്ടുണ്ട്, ഇടുപ്പിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അഡ്മിറ്റും ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ റിസർച്ച് ചെയ്തത് അതൊരു ഗ്ലോബൽ പ്രോബ്ലം, അത് ഇന്ത്യയിൽ മാത്രമല്ല, ഒരിടത്തും തന്നെ അതിന്റെ സൊല്യൂഷൻ ഇല്ല. സോ ഇത് നമുക്ക് വർക്ക് ചെയ്യാമെന്ന് തോന്നി. 2021 നമുക്കൊരു ഗ്രാന്റ് കിട്ടി. അപ്പം തന്നെ ഈ കമ്പനി ആരംഭിച്ചു. വളരെയധികം നന്ദിയുണ്ട് ഇത്തരമൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന്. താങ്ക് യു. ഇതിന്റെ ഡെമോ ഒന്ന് കാണിക്കാൻ പറ്റുമോ, പ്രൊഡക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്? ശരി. ഗൈസ്, can I come and try? ഇത് എത്രമാത്രം കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് അറിയണം. ഷുവർ മാം. യെസ് മാം. കാരണം നിങ്ങളുടെ കൺസ്യൂമേഴ്സ് ഇത് ദിവസം മുഴുവൻ അണിയേണ്ടതല്ലേ. ഉറപ്പായി. പ്രശാന്ത്, ഇത് നിങ്ങളുടെ സൈസിന് താങ്കളോട് കറക്റ്റ് ആയിരിക്കും എന്നാ തോന്നുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് അഡ്ജസ്റ്റബിൾ ബെൽറ്റ് അല്ലേ? ഇത് അഡ്ജസ്റ്റബിൾ ആണ്, അതുപോലെ തന്നെ മാം, മൾട്ടിപ്പിൾ ഇപ്പൊ സൈസ്. ഞങ്ങൾ ആവശ്യത്തിനുള്ള സൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പുറകില് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഒക്കെ ഉണ്ട്. ഇത് കറക്റ്റ് ആയിരിക്കും. ആ, ഇപ്പൊ ഇതില് എയർ ഇല്ലല്ലോ. ഇല്ല ഇപ്പൊ ഏറൊന്നുമില്ല. അതായത് ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ബക്കിൾ വെച്ച് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഓ, ഇവിടെ അതെ, ബട്ടൺ അത് ഉണ്ട്. ഇത് ഞെക്കിയാൽ ഞാൻ ഓൺ അതെ, ചെയ്യണം അത് അല്ലേ? on ചെയ്യണം. താഴെ അവിടെ ഒന്ന് താഴെ slide ചെയ്യണം. സ്ലൈഡ് ചെയ്യണം. ഓക്കെ. അത്രേ ഉള്ളൂ മാം. ഇപ്പൊ സെൻസേഴ്സ് നിങ്ങളുടെ പോസ്റ്റർ സെൻസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് എക്സ്റ്റെൻഡിങ് സ്റ്റേറ്റിൽ ഒരു ഫോൾ ഉണ്ടെങ്കിൽ ഈ കുഷൻസ് നിങ്ങളുടെ ഹിപ്പിന് ചുറ്റും ഉണ്ടല്ലോ, അത് ഇൻഫ്ലേറ്റ് ചെയ്യും. ഇസ് ദാറ്റ് ടു പ്രൊട്ടക്ട്. ഇതിപ്പോ നോക്കിയാണെങ്കിൽ ഏകദേശം നമ്മുടെ കാറിലൊക്കെ ഉണ്ടാവില്ലേ അതായത് ഞാൻ ഇതും കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ തനിയെ. യെസ് മാം. അപ്പൊ ഇതൊരാളുടെ ബോഡി ബാലൻസ് ചെയ്ത് നിർത്തും. ഇല്ല, ഇല്ല, ഇല്ല. ഒരുപക്ഷെ ബാലൻസ് തെറ്റുകയാണെങ്കിൽ വീഴുവാണെങ്കിൽ ഇൻഡപ്തിലേക്ക് Impacts ൽ നിന്ന് സംരക്ഷിക്കും. അതാണ് ഇതിന്റെ ഗുണം. അതെ, സത്യമാണ്. ഇത് തനിയെ. ഡിഫ്ലറ്റ് ആവുന്നേ. ഇപ്പോ ഇതിലുള്ള വേറൊരു ഫീച്ചർ ഞാൻ പറഞ്ഞു തരാം, ഒന്ന് കേട്ടോ. ഇപ്പോ വയസ്സായ ആൾക്കാർ വീഴുമോ എന്ന് പേടിച്ചിരിക്കാറില്ലേ, എഴുതാൻ നിൽക്കാൻ അവർക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെ മാനുവലി ഇൻഫ്ലേറ്റ് ചെയ്യാനും ഡിഫ്ലേറ്റ് ചെയ്യാനും സാധിക്കും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഗ്രേ കളറിൽ, അത് പ്രസ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡിഫ്ലേറ്റ് ആവും. മുന്നേ ഇത് ഇൻഫ്ലേറ്റ് സ്റ്റേജിലായിരുന്നു. ഇപ്പൊ വീണ്ടും ഞാനിത് പ്രസ് ചെയ്യാം, ഇത് ഇരുന്ന് കൊണ്ടും ചെയ്യാൻ സാധിക്കും. അപ്പൊ വീണ്ടും ഇൻഫ്ലേറ്റ് ആവും. താങ്ക് യു. താങ്ക് യു. ശരി, ഒരു കാര്യം മാത്രം പറയൂ. ഹൗ ഡിഡ് യു ഡിസൈഡ് ഇത്രയ്ക്ക് മതി എന്ന് എങ്ങനെ തീരുമാനിച്ചു? ഞങ്ങളൊരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഡിസൈൻ ചെയ്തു. അതായത് ഹ്യൂമൻ മാനിക്കിൾസ്, അതായത് കാർ ക്രാഷിലെ എയർ ബാഗ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളത്. അത് ഞങ്ങൾ ഡമ്മിയായിട്ട് യൂസ് ചെയ്തു. 1000-ൽ കൂടുതൽ പ്രാവശ്യം വീഴിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ഇൻഫ്ലേഷന്റെ വാല്യൂ എത്രത്തോളം തന്നെ ആവശ്യമാണ്, പ്രഷർ എത്ര ആവശ്യമാണ്, അത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഇത് സെറ്റ് ചെയ്തത്. ഓക്കെ കൗശൽ, അപ്പോൾ ഇത് വീഴുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് കൂടി ഒന്ന് ഡെമോ കാണിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ നിന്ന് കണക്ട് start ചെയ്യട്ടെ. ചെയ്യാം. ആദ്യം കണക്ട് ചെയ്യട്ടെ. അയ്യോ, ഓക്കെ, ഇതേ നോക്ക്, ഞാൻ വീണ്ടും SOS നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ? 2 സൈഡിലും ബാഗ് ഉണ്ടല്ലേ? ആ താഴെ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ആകായിരുന്നല്ലോ. ഒരു ടെയിൽ ബോൺ ഫ്രാക്ചർ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ സാർ, ഇത് പറ്റും. ഞങ്ങൾ യൂസേഴ്സിന്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്തു. സോ ഞങ്ങൾ പുറകെയുള്ള പ്രൊട്ടക്ഷനും എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. ഓ, അത് ശരി. അതാണ് ഇത്. ഇത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ബെൽറ്റിൽ ഇങ്ങനെ ഇടാൻ പറ്റും. ഇതൊരു ആക്സസറി ബെൽറ്റ് അല്ലേ? ആ, ഇപ്പൊ നിങ്ങൾ ഇത് നോക്കൂ, ഇത് കാണുന്നില്ലേ? ഇതൊരു പാസീവ് പ്രൊട്ടക്ഷൻ. അത് നിങ്ങളുടെ ടെയിൽ ബോണിനെ, സ്പൈനൽ കോഡിന്റെ ലാസ്റ്റ് വെർട്ടിബ്രോസിനെ പ്രൊട്ടക്ട് ചെയ്യും. പ്രശാന്ത്, ഒരു ക്വസ്റ്റ്യനും കൂടി. അതായത് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അവരൊരു പക്ഷേ അവരുടെ വീട്ടിലും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. എൽഡേഴ്സ് ഉണ്ടാവാം, വയസ്സായവര്. ഇത് അവർക്ക് കൺവീനിയന്റ് ആണോ അല്ലയോ എന്ന്. മാം, ഇവിടെ നോക്കൂ, ആ മാം തന്നെ അതിന്റെ ഡെമോ എടുത്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി. ഇത് വളരെ കംഫർട്ടബിൾ ആണ്. ഇത് ധരിച്ചിരിക്കുന്ന കാര്യം പോലും നമ്മൾ അറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഫോർവേഡ് ലുക്കിംഗ് പ്രോഡക്റ്റ്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നത് ഇതില് ഇനിയും ഒരുപാട് സ്കോപ്പ് ഉണ്ട് അതിനെ വളരെ മെലിഞ്ഞതാക്കാനായിട്ട്. അതായത് അതെ, ഒരു correct. ലൂസ് ആയിട്ടുള്ള ചുരിദാറിന്റെ ഉള്ളിലും അല്ലെങ്കിൽ ഒരു ലൂസ് ഷർട്ടിന്റെ ഉള്ളിലും ലൂസ് ആയിട്ടുള്ള ഒരു പൈജാമയുടെ ഉള്ളിലും ഇടുന്ന മാതിരി ആയിരിക്കണം. പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഉള്ളിൽ ഇവരെന്തോ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ടെന്ന് കൂടി തോന്നാൻ പാടില്ല. അതാണ് കാര്യം. ഞങ്ങൾ നിറയെ യൂസേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ പ്രോ ക്രിയേറ്റീവ് എൽറ്റേഴ്സിന്റെ കൂടെ ചെയ്തില്ലേ, ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിറയെ യൂസേഴ്സിന് ആ ഒരു ആശങ്കയുണ്ടായിരുന്നു. പകുതി പേരും വീട്ടിലായിരിക്കും. പിന്നെ ഞങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് അവർ പുറത്തൊന്നും പോകില്ല, എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ അപ്പോൾ ആദ്യം എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാവരും ആലോചിച്ചു, എന്തിന് സ്റ്റിക്കുമായിട്ട് പോകണം, എന്തിന് ഇയറിംഗ് ബഡുമായിട്ട് പോകണം. ഇപ്പൊ അവർക്ക് അതിലും വലിയ ആശങ്ക എന്താന്ന് വെച്ചാൽ ഞാൻ ആർക്കും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ലെന്നാണ്. ഞാൻ സ്വന്തമായിട്ടെല്ലാം ചെയ്യണം, സേഫ് ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു. കൗശൽ, ഞാൻ പ്രോഡക്റ്റിൽ വളരെ ക്ലിയർ ആണ്. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ പ്രോഡക്റ്റ് എപ്പോഴാണ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്? സോ ഞങ്ങളിത് ഇപ്പോഴാണിത് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ ക്ലിനിക്കൽ ട്രയൽസ് എയിംസ് ദില്ലിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ക്ലാസിക് മെഡിക്കൽ ഡിവൈസ് വെയിറ്റിംഗ് ഫോർ സർട്ടൻ സർട്ടിഫിക്കേഷൻ, ഷുഡ് ബി കമ്മിങ് ടു us soon. പ്രീ ഓർഡേഴ്സ് ഞങ്ങൾ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. 55 പ്രീ ഓർഡേഴ്സ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ അതിന്റെ മാനുഫാക്ചറിംഗും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്.
ഈ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാ? സാർ 15,000. അപ്പോ ഇതിന്റെ വാറന്റിയും ലൈഫും? 1 year വാറന്റി, 5 years ഓഫ് ലൈഫ്. നിങ്ങളുടെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് എത്രയാണ്? സാർ ബോൺ കോസ്റ്റ് 2,000 rupees ആണ്. ഇതൊരിക്കൽ നിങ്ങൾ ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ 1000 devices എങ്കിലും മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓർഡർ ഒരുപാട് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും. അപ്പോൾ വിലയും കുറയ്ക്കാം. ശരി, ഇപ്പൊ എന്റെ ചോദ്യം ഇതാണ്. 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനകം ഇത് ഏത് ലെവലിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്? എങ്ങനെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്? അത് പറയൂ. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25 tier 1 tier 2 സിറ്റീസ് ഉണ്ട്. അവരിങ്ങനെയുള്ള പ്രോഡക്റ്റ് മനസ്സിലാക്കും, ഇത് വാങ്ങുകയും ചെയ്യും. സോ ഞങ്ങളുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഓരോ ഡോക്ടർ, ഓർത്തോപെഡീഷ്യൻസ്, പീഡിയാട്രീഷ്യൻസ്, ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റ്, ഇവരെ 4 പേരും ഞങ്ങളുടെ മേജർ ഡോക്ടേഴ്സ്, ഞങ്ങൾ അവരെ റീച്ച് ഔട്ട് ചെയ്യും. അവർക്ക് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കൊടുക്കും. അവരെല്ലാവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഞങ്ങളുടെ 1000 ഡിവൈസിന്റെയും എയിം വിത്തിൻ 1 year ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്തിരിക്കും. സോ മാർക്കറ്റ് ഡിമാൻഡ് കൂടി നോക്കിയ ശേഷം നമുക്ക് ഫൈനൽ ഓഫറുകളിലേക്ക് കടക്കാം. ഓഡിയൻസ്, നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുക്കൂ. യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രോഡക്റ്റിന് എത്ര മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടെന്ന് പറയൂ. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. %75 ആളുകൾക്കും ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. ടൈറ്റൻസിന്റെ അടുത്ത് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒന്നുകൂടി പറയൂ. We are looking to raise 1.65 crores for 5% equity in our company. എന്ന് വെച്ചാൽ നിങ്ങൾ 32 crore വരെ വാല്യുവേഷൻ ചെയ്തിട്ടുണ്ടല്ലേ? ശരി, ഒരു കാര്യം പറയൂ, നിങ്ങളുടെ കറന്റ് സെയിൽസ് സാർ 55 പ്രീ ഓർഡേഴ്സ് ഉണ്ട്. അത് ഞങ്ങൾ നെക്സ്റ്റ് മന്ത് ഡെലിവറി ചെയ്തിരിക്കും. സോ അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യൂ ഇൻ റുപ്പി ടേം. അത് എത്ര ആകുമെന്ന് പറയൂ. ഏകദേശം 7.5 ലക്ഷം രൂപ വരും. 7.5 ലക്ഷം. അതായത് നമുക്ക് 55 പ്രീ ഓർഡർ വന്നിട്ടുണ്ട്. അതായത് 55 വന്നത്. അതെനിക്ക് ഈ ലോ പെനിട്രേഷൻ പോലെയാ തോന്നുന്നത്. ഈ കാരണം കൊണ്ട് എനിക്ക് നിങ്ങളുമായി കൈ കൊടുക്കാൻ പറ്റില്ല. താങ്ക് യു സർ. താങ്ക് യു സർ. ഷൈലി, നിങ്ങൾ പറയൂ. ആക്ച്വലി എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഇതിൽ ഒരുപാട് സഹായിക്കാൻ എനിക്ക് പറ്റുമെന്നാണ്. താങ്ക്സ് മാം. ഞാൻ ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പോൾ നോക്കുന്നില്ല, കാരണം ഈ ഏരിയ ഓഫ് ടെക്നോളജിയിൽ ഈ സമയത്ത്. ഓക്കെ. പക്ഷെ ഞാൻ നിങ്ങളുമായിട്ട് ഒരു നെറ്റ്വർക്ക് ഉറപ്പായിട്ട് ഉണ്ടാക്കും, എന്നിട്ട് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. താങ്ക് യു മാം. താങ്ക് യു താങ്ക് യു Thank you, Shaili. താങ്ക് യു മാം. ജിമ്മി, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ഈ ഡിസൈനിന്റെ ഒരു ഫാനാണ് ഞാൻ. Thanks, sir. പിന്നെ പ്രോബ്ലം നിങ്ങൾ നല്ല രീതിയിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്റെ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ അല്ല. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ പറ്റില്ല. പക്ഷേ ബോംബെയിലെ ടോപ്പ് ഓർത്തോപീഡിക്സ് ഉണ്ടല്ലോ, അതുപോലെ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ കണക്ഷൻ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനായിട്ട് എനിക്ക് കഴിയും. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഷുവർ സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. പ്രിയങ്ക, ഇനി നിങ്ങൾ പറയൂ. ഐ തിങ്ക് ഇത് ഏർലി ആണെന്ന് തോന്നുന്നു. കുറച്ച് പ്രോഡക്റ്റ് മാർക്കറ്റിൽ കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഇതിന്റെ പ്രോഗ്രസ് എന്താണെന്നും അറിയണം. ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ ഇൻ ടച്ച് വിത്ത് യു ഗൈസ്. Sure, ma'am. അതായത് Yeah. കുറച്ച് നമ്പേഴ്സ് വന്ന ശേഷം, ട്രാക്ഷൻ വന്ന ശേഷം, പ്രോഡക്റ്റ് മാർക്കറ്റിന്റെ ഫിക്സ് ഒക്കെ മനസ്സിലാക്കി പിന്നീട് ഞാൻ 100% ഇതിനകത്തേക്ക് വന്നേക്കാം. എന്നാൽ ഇപ്പൊ എനിക്കിത് ഏർലി സ്റ്റേജ് ആണ്. സോറി, അതുകൊണ്ട് കൈകോർക്കാൻ പറ്റില്ല. നോ വറീസ്. താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് നിങ്ങൾക്കൊരു ഫോറമാണ് വേണ്ടത് വേർ യു ക്യാൻ സീക്ക് അഡ്വൈസ്. IIT മദ്രാസിൽ ഒരു നാഷണൽ സെന്റർ ഉണ്ട് ഫോർ അസിസ്റ്റഡ് ടെക്നോളജി. അവരുമായി തീർച്ചയായും ബന്ധപ്പെടുക. ഐ എം ഹാപ്പി ടു മേക്ക് ദാറ്റ് കണക്ട്. താങ്ക് യു സർ. അവിടെ they have got a whole bouquet of technologies like this for both well-abled and differently abled. കൊള്ളാം. നമ്മുടെ പ്രൊഫസർ സാർ നിങ്ങൾക്കായി IIT മദ്രാസിന്റെ വാതിലുകൾ തുറന്നിടുകയാണ്. നിങ്ങൾ ഉടനെ തന്നെ ഈ വേദിയിലേക്ക് വീണ്ടും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വലിയ നമ്പറുകളുമായിട്ട് വരണം, യൂസർ കേസുകളുമായിട്ട് വരണം. അപ്പോൾ നിങ്ങളുടെ യുണീക് പ്രൊഡക്റ്റ് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനായി നമ്മുടെ ടൈറ്റൻസ് തീർച്ചയായും നിങ്ങളുമായിട്ട് കൈകോർക്കും. ഞങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കണക്കിലുണ്ടായിരിക്കും Yes. എക്സ്പെൻഷൻ ചെയ്യാനായിട്ട്. Absolutely. താങ്ക് യു പ്രശാന്ത് ആൻഡ് താങ്ക് യു കൗശൽ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ദേ ആർ വില്ലിംഗ് ടു ഹെൽപ്പ് അസ്. ഇതിനുശേഷം ഞങ്ങളുടെ കോൺടാക്ട് ഇരുന്ന് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ബിസിനസ് ഗ്രോ ആകണമെങ്കിൽ ഇതുപോലുള്ള വലിയ ആൾക്കാരുടെ സഹായം എന്തായാലും ആവശ്യമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് വാലിഡേഷൻ ഫോർ അസ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഇതിന്.